കഥകളി വേദികളിൽ നിന്ന് പിൻവാങ്ങുന്നതായി കലാമണ്ഡലം ഗോപിയാശാൻ. ഗോപിയാശാന്റെ ഈ വേദിയിലെ ജീവിതം ഒഴിയുകയാണ്. ശാരീരിക അവശതകൾ മൂലമാണ് വേദികളിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. ശരീരം വഴങ്ങുന്നില്ലെന്നും ഗോപിയാശാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഭീമനും നളനും ഉൾപ്പെടെ നിരവധി വേഷങ്ങൾ അരങ്ങിൽ അവതരിപ്പിച്ച് തകർത്താടിയ വിസ്മയിപ്പിച്ച കഥകളി ആചാര്യനാണ് കലാമണ്ഡലം ഗോപി. കേൾക്കാം. ഈ 87 വയസ്സ് വരെ കഥകളിയിൽ തന്നെ ഒരുവിധം വേഷം കെട്ടി തന്നെ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നു. പിന്നെ ഈ കൊറോണ വന്നതിന് ശേഷം തീരെ വയ്യാതെയായി, മൊട്ട് വീക്കാണ്, തേയ്മാനം വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വേഷം കെട്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ എന്നോട് സ്നേഹിക്കുന്ന ആൾക്കാർ കൂടി എന്നെ വെറുക്കും. അതുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത്. ഗുരുവായൂർ ഉത്സവത്തിനും കോട്ടയ്ക്കൽ ഉത്സവത്തിനും വേഷം കെട്ടാൻ പറ്റാത്ത നിലപാട് വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഇതാണ് നല്ലതെന്ന് മനസ്സിൽ തോന്നി. നമുക്കൊപ്പം ജെയ്സൺ ചാമ്പോളപ്പിൽ ചേരുന്നുണ്ട്. ജെയ്സൺ, ഗുഡ് മോർണിംഗ്. ജെയ്സൺ, ഗോപിയാശാൻ ഇല്ലാത്ത കഥകളി വേദി എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കഥകളി പ്രിയരെ സംബന്ധിച്ചുള്ള ഗോപിയാശാൻ ഒരു സൂപ്പർ ഹീറോയാണ്. ഒരുപക്ഷെ എത്ര സിനിമാ നടന്മാർ വന്നു പോയാലും ഗോപിയാശാൻ എന്നുള്ളത് അവരുടെ മനസ്സിലെ സൂപ്പർ ഹീറോയാണ്. ഒരുപക്ഷെ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ഗോപിയാശാന് വയ്യ അല്ലേ? ഗോപിയാശാൻ തന്നെ പറയുന്നു, ഇനി എനിക്ക് നീതി പുലർത്താൻ കഴിയില്ല കഥാപാത്രങ്ങളോട് എന്നാണോ ഗോപിയാശാൻ പറയുന്നത്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കലാമണ്ഡലം ഗോപിയാശാൻ എന്ന് പറഞ്ഞാൽ കലാരംഗത്തെ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത അനിഷേധ്യനായ ഒരു കലാകാരനാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ജയരാജിൻ്റെയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ മോഹൻലാലും ഗോപിയാശാനും ഒരു കോംബോ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിലെ നമ്മുടെ ലുലു കൺവെൻഷൻ സെൻറ്ററിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിൽ 87 വയസ്സ് എന്ന് ഓർക്കണം. 87 വയസ്സ് എത്തുമ്പോഴും ഈ കലാരംഗത്ത് ഇത്രയധികം സജീവമായി നിൽക്കുന്ന മറ്റൊരാളെ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. അതും ശാരീരിക അധ്വാനം വേറെ വേണ്ട, അത് എല്ലാ രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ വേണ്ട ഒരു കലയാണ് ഈ കഥകളി എന്ന് പറയുന്നത്. അതിനകത്ത് വളരെ സജീവമായി 87 വയസ്സ് വരെ നിൽക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് തുടരാകുന്നില്ല, കാല് മുട്ടിന് വേദന എടുക്കുന്നു. നമുക്ക് പോലും കുറേ നേരം എന്നാൽ മുട്ടിന് വേദന എടുക്കും. അദ്ദേഹത്തിന് 87 വയസ്സിലാണ് മുട്ടിന് വേദന എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ കഥകളിയോടും ആ വേഷങ്ങളോടൊക്കെയുള്ള ആ സമർപ്പണം, അർപ്പണബോധം കാണിക്കുന്നത്. അത്രയേറെ വിവിധ വേഷങ്ങളെടുത്ത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അതിനെ ഏറ്റവും ആസ്വാദ്യകരമായ രീതിയിൽ അവതരിപ്പിച്ച അദ്ദേഹം എല്ലാ വേഷങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു. പക്ഷേ പച്ച വേഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിരവധി അനുഭവങ്ങളിലൂടെ ഈ കഥകളിയുടെ ചരിത്രം അദ്ദേഹത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രാമൻകുട്ടി നായർ എന്ന അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരിൽ പ്രധാനപ്പെട്ട ഒരാൾ. അദ്ദേഹം 1957 അദ്ദേഹം കലാമണ്ഡലത്തിലെ അധ്യാപകരായിരുന്നു. 92 അവിടെ നിന്ന് വിരമിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ കഥകളി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ആ കഥകളിയിലൂടെ ലോകത്തിന് മുമ്പിൽ ഈ കഥകളിയുടെ പ്രൗഢിയും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ അന്തസ്സുമൊക്കെ ഏറ്റവും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രഗത്ഭനായ ഒരു കലാകാരൻ. അദ്ദേഹം ഇപ്പോൾ ആരോഗ്യപരമായ അവശതകളുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇദ്ദേഹത്തിന് വിശ്രമം വേണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് നല്ലൊരു വിശ്രമ ജീവിതം നമുക്ക് ആശംസിക്കാം എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ജീവിക്കും, ഇനിയും ഉണ്ടാവും അല്ലേ? മനസ്സുകളിൽ ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കലാമണ്ഡലം ഗോപിയാശാൻ വന്ന് നളനായും അല്ലേ ഭീമനായും ഒക്കെ പോകുന്ന രംഗങ്ങൾ തീർച്ചയായിട്ടും ഗോപിയാശാനെ സ്നേഹിച്ച് ഒരുപാട് കലാപ്രേമികൾക്കുണ്ടാവും.